ഇന്ന് സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 41-ാം തിരുവചനം വായിക്കാം. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുക. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കാലത്ത് പടയാളികൾക്ക് ഒരു പ്രത്യേക അവകാശമുണ്ടായിരുന്നു. തങ്ങളുടെ ഭാരം ചുമക്കാനായി അവർക്ക് ആരെ വേണമെങ്കിലും നിർബന്ധിക്കാം. ഭാരം ചുമന്ന് സഹായിക്കാനുള്ള ദൂരപരിധി 1 മൈലായും വ്യക്തമാക്കിയിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കാനായി കിറേനക്കാരനായ ശമയോനെ പടയാളികൾ നിർബന്ധിച്ചത് ഈ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഇങ്ങനെ പടയാളികളാൽ ഭാരം ചുമക്കാനായി നിർബന്ധിക്കപ്പെടുക തികച്ചും വേദനാജനകവും അപമാനകരമായിട്ടാണ് ജനം അന്നത്തെ കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത്. തന്മൂലം ഉള്ളിൽ വെറുപ്പും ശാപവചനവുമായിട്ടായിരിക്കും ആരെങ്കിലും ഭടന്മാരുടെ ഭാരക്കെട്ടുകൾ പേടിയോടുകൂടെ ചുമന്നുകൊണ്ട് പോവുക. എങ്ങനെയെങ്കിലും 1 മൈൽ നടന്നതിന് ശേഷം അവർ ഓടി രക്ഷപ്പെടും. അവിടെയാണ് യേശുവിൻ്റെ ഈ പ്രബോധനം വരുന്നത്. നിങ്ങളിൽ ആരെങ്കിലും 1 മൈൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരോട് 2 മൈൽ കൂടെ നടക്കുക. ഈ സാഹചര്യത്തിലാണ് യേശുവിൻ്റെ വിപ്ലവകരമായ പ്രബോധനം കടന്നു വരുന്നത്. 1 മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നതോടുകൂടെ 2 മൈൽ ദൂരം നീ യാത്ര ചെയ്യുക. 1 മൈൽ ദൂരം നിയമം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത്രയും ഭാരം ചുമന്ന് സഹായിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു മേന്മയുമില്ല. എന്നാൽ 2ാമത്തെ മൈൽ നിയമത്തിനും അപ്പുറമാണ്. അതിന് നിശ്ചയം നടത്തുന്നത് സ്വന്തം മനസ്സും. 2ാമത്തെ മൈലിലാണ് ക്രിസ്തീയത, ആത്മീയത കുടികൊള്ളുന്നത്. ദൈവനീതിയുടെ അടയാളവും 2ാമത്തെ മൈൽ തന്നെയാണ്. പാപത്തിലൂടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യവംശത്തിന് നിയമപരമായി അർഹപ്പെട്ടത് നിത്യ ശിക്ഷയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാനുള്ള അർഹതയും മനുഷ്യന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. എന്നിട്ടും ദൈവം നിയമത്തിനും അപ്പുറത്തുമുള്ള 2ാം മൈലിലേക്ക് വന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലിയർപ്പിക്കുകയും ചെയ്തു. 2ാം മൈലിലാണ് എന്തുള്ളത്? ദൈവികത നിലനിൽക്കുന്നത്. 1ാം മൈലിൽ വെറും മാനുഷികത മാത്രമാണുള്ളത്. അത് ചെയ്തേ പറ്റൂ. അതിനപ്പുറമുള്ളതാണ് ആത്മീയത കുടികൊള്ളുന്നത്. ഏത് കാര്യം അങ്ങനെയാണ്. യേശുവിലേക്ക് വരുന്നവർ മാനുഷികതയിൽ നിന്നും ദൈവികതയിലേക്ക് ഉയർന്നാൽ മാത്രമല്ല ഉയരേണ്ടവരാണ്. 1ാം മൈലിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് യേശുവിനോട് അടുത്ത് വരുന്നവർ ആരായാലും. നിയമത്തിനും അപ്പുറത്തെ ജീവിക്കേണ്ടവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഒരുപക്ഷെ നമ്മുടെ ആരും തന്നെ ഇതെല്ലാം ഈ നമ്മുടെ ഈ സ്നേഹം ഇതെല്ലാം ആരും അംഗീകരിക്കുന്നില്ലായിരിക്കാം, അറിയിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ സഹോദരങ്ങളും സഹപ്രവർത്തകരും നന്ദിയില്ലാത്തവരും ആത്മാർത്ഥയില്ലാത്തവരും വഞ്ചിതരുമായിരിക്കാം. ഇതൊക്കെ 1ാം മൈലിലെ കാര്യങ്ങളാണ്. ന്യായവും നീതിയും അനുസരിച്ച് നിങ്ങളിനി ഒന്നും ചെയ്യേണ്ടതുമില്ല. പക്ഷേ അന്യായങ്ങൾക്ക് അപ്പുറത്താണ് സ്നേഹത്തിന് അല്ലെങ്കിൽ ആത്മീയതയുടെ അളവുകോൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് 2ാം മൈൽ. ഈ ഘട്ടത്തിലേക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതം ഉണ്ടോ എന്ന് നമുക്ക് ഹിതപരിശോധന നടത്തണം. കഷ്ടതകൾ സഹിക്കാൻ തയ്യാറാത്തവരും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പിറുപിറുക്കും അവലാതി നടത്തുന്നവരും 1ാം മൈലിലെ യാത്രക്കാരാണ്. വാശി, വൈരാഗ്യം, പ്രതികാരം ഇവയൊക്കെ ഈ തലത്തിലുള്ള യാത്രക്കാരുടെ പ്രത്യേക അടയാളങ്ങളുമാണ്. നോമ്പ് ഉപവാസമൊക്കെ 2ാം മൈലിലേക്ക് നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ തികച്ചും നിരർത്ഥകമാണ് ജീവിതം തന്നെ. യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ കുരിശുമരണം വരെയുള്ള ജീവിതം 2ാം മൈലിലായിരുന്നു. ആ യാത്ര പൂർത്തീകരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് അളവുകളും ദുരിതങ്ങളും ഇല്ലാത്ത നിത്യതയുടെ നാഥനായി തീർന്നു. 2ാം മൈലിൽ യാത്ര ചെയ്യുന്ന നമുക്ക് മുമ്പിലും
ഉയർത്തെഴുന്നേലും നിത്യതയും കാത്തിരിപ്പുണ്ട്. ആ പ്രതീക്ഷ 2-ാം മൈലിലെ നമ്മുടെ യാത്രയെ ഉത്സാഹഭരിതമാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ 1-ാം മൈലിലെ യാത്രയെ തൃണവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഈ 2-ാം മൈലിലേക്ക് കടക്കണം. നിയമത്തിനപ്പുറത്തമായിട്ട് ആത്മീയതയുടെ ആ വഴിയിൽ കൂടി യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കണ്ണടയ്ക്കാം, ദൈവത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. ഉയർപ്പിൻ്റെ മഹത്വം സ്വന്തമാക്കുന്നതിന് വേണ്ടി കുരിശുകളെ ശാന്തതയോടെ സ്വീകരിച്ച് സ്വയം ബലിയായിത്തീരുന്ന യേശുവേ, ഞങ്ങളെ പൂർണ്ണമായിട്ട് 2-ാം മൈലിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ. നിന്നോടൊപ്പം ഒന്ന് കൂടിച്ചേരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.